എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം, അതായത് ഒരാഴ്ചയുടെ അവസാന ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് എപ്രകാരം പ്രവർത്തിക്കുന്നു, എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. നമ്മിൽ അനേകരുടെയും പ്രാർത്ഥനാ ജീവിതം ശുഷ്കവും വിരസവും വരൾച്ച ബാധിച്ചതുമാണ്. പലപ്പോഴും അത് മുടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അത് വെറും ചടങ്ങായി മാറുന്നു. യാന്ത്രികമായ ഒരു പ്രക്രിയയായി അത് തീർന്നു പോകാറുണ്ട്. പരിചയിച്ച ഒരു കാര്യമായതുകൊണ്ട് ഒരു അനുഷ്ഠാനമായി നടക്കുന്നു. പലർക്കും ഇന്ന് പഴയതുപോലെ പ്രാർത്ഥനയ്ക്ക് സമയം ലഭിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു ഉദാഹരണം പരേതനായ ശ്രീ KC ചാക്കോ എന്നൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വള്ളത്തിൽ ആളുകൾ കൂടുതലായാൽ പ്രായമുള്ള ഒരു വല്യമ്മച്ചിയെ എടുത്ത് വെള്ളത്തിലിടുക എന്ന് കരുതുന്നു. അതുപോലെ ഒഴിവാക്കാവുന്ന വിഷയം പ്രാർത്ഥന മാത്രമാണ് എന്നുള്ള സമീപനം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിച്ചു പോയി. മനസ്സ് മറ്റ് പല കാര്യങ്ങളിലേക്കും വഴുതിപ്പോകുന്നു. മറ്റു ചിലർക്ക് പ്രാർത്ഥനാ സമയത്ത് ഉറക്കം കയറി വരുന്നു. ഇങ്ങനെ പോകുന്നു പ്രാർത്ഥനയിൽ നേരിടുന്ന പരാജയങ്ങളുടെ പട്ടിക. എന്താണ് ഇതിനൊരു പോംവഴി? എങ്ങനെ നമുക്ക് പ്രാർത്ഥന ആനന്ദവും അനുഭൂതിയുമായി മാറ്റാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൻ്റെ ചാലക ശക്തിയാക്കി തീർക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ജീവിതത്തിൻ്റെ ഏതനുഭവത്തിലും മുഖ്യ സ്ഥായി ഭാവമായി ഈ പ്രാർത്ഥനയെ എങ്ങനെ മാറ്റാം? പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ: പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പ്രവർത്തനവുമാണ് ആവശ്യം. അതാണ് കർത്താവ് ശമരിയ സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ വെളിപ്പെടുത്തിയത്. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായി വെളിപ്പെടുത്തുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു എന്ന ബഹുവചനമല്ല, ഏകവചനമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നാണ്. പാറക്കലീത്ത അഥവാ ആശ്വാസപ്രദൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ബലഹീനതകളിലും തുണ നിൽക്കുന്നവനാണ്. എന്നാൽ ഈ വാക്യത്തിൽ ബലഹീനത എന്ന് ഏകവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനാ വിഷയത്തിലുള്ള ബലഹീനതയെ അഥവാ പരാജയത്തെ സൂചിപ്പിക്കാനാണ്. പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ അപര്യാപ്തതയും അപ്രാപ്തിയും സമ്മതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉയർത്തി കാണിക്കുകയോ അല്ലെങ്കിൽ അത് സമ്മതിക്കുകയോ ചെയ്യുക. പ്രാർത്ഥന എന്നുള്ളത് ഒരു ആത്മീയ പ്രക്രിയയാണ്. ജഡത്തിൻ്റെ പോരാട്ടത്തിലും ലോകത്തിൻ്റെ സമ്മർദ്ദത്തിലും പെട്ട് നട്ടം തിരിയുന്ന നമുക്ക് പരിശുദ്ധാത്മ സഹായം പ്രാർത്ഥനയ്ക്ക് അനിവാര്യമാണ്. പറക്കലീത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തുണ നിൽക്കുന്നവൻ എന്നാണ്. അവിടുന്ന് നമ്മെ സഹായിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തു പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണമെന്നെല്ലാം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു.
നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിന് രണ്ട് മാനങ്ങളുണ്ട്. അവ പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന, പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ പ്രെയർ. മറ്റേത് സാമൂഹ്യ ആരാധനയാണ്, കോർപ്പറേറ്റ് പ്രെയറാണ്. ഇവയിൽ ഒന്ന് മറ്റേതിന് പകരമല്ല, രണ്ടും അവിഭാജ്യങ്ങളാണ്. രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥനകളെ പറ്റിയും കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കടന്ന് അല്ലെങ്കിൽ രഹസ്യവാതിൽ കടന്ന് വാതിലടച്ച് അദൃശ്യനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ രഹസ്യമായി ചെയ്യുന്നതൊക്കെയും കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കൂട്ടമായി നടത്തുന്ന സാമൂഹ്യ ആരാധനയെ പറ്റി പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോൾ ഒന്ന് വ്യക്തിഗതമായും രഹസ്യമായും നടത്തുന്ന പ്രാർത്ഥന. അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന ഒരു നിർദ്ദേശം നമ്മൾ ഇവിടെ കണ്ടു. കർത്താവ് ഇതിന് മാതൃക കാണിച്ചു തരികയും ചെയ്തു. അതിരാവിലെ സൂര്യോദയത്തിന് മുന്നമേ ഏകാന്ത സ്ഥലത്ത് പോയി കർത്താവ് പ്രാർത്ഥിച്ചു. മരുഭൂമിയിലും മലമുകളിലും തോട്ടത്തിലുമെല്ലാം അവിടുന്ന് ഏകരായി പ്രാർത്ഥിച്ച വിവരം സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഏകാന്ത പ്രാർത്ഥനയോടെ, അവസാനിക്കുമ്പോഴും അങ്ങനെ തന്നെ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരെ തടാകത്തിനക്കരെ അയച്ചിട്ട് അവിടുന്ന് മലയിലേക്ക് പിൻവാങ്ങിയതായി കാണാം. ഇങ്ങനെയുള്ള ഏകാന്ത പ്രാർത്ഥന പരിശുദ്ധാത്മാ നിറവിൽ നിർവഹിക്കേണ്ടതാണ്. യൂദായുടെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധമായ വിശ്വാസത്തിന്മേൽ ജീവിതം പടുത്തുയർത്തുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസികളുടെ ജീവിതത്തിന് അടിസ്ഥാനം വിശുദ്ധമായ വിശ്വാസമാണ്. ആ ജീവിതം നിലനിൽക്കുന്നതും പരിപുഷ്ടിപ്പെടുന്നതും പ്രാർത്ഥനയാലാണ്. പ്രാർത്ഥനയാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതുമാണ്. പ്രാർത്ഥന ഭൗതിക തലത്തിൽ നടക്കുന്നൊരു പ്രക്രിയ അല്ല, അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മീയ അനുഭവമാണ്. നമ്മിൽ വസിക്കുന്ന ആത്മാവ് ഉന്നതത്തിലെ ആത്മാവോട് സംവദിക്കുകയാണ്. അതാണ് പ്രാർത്ഥന. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും ഓർക്കാം. മുൻപ് കാലങ്ങളിൽ നടത്തിയതുപോലെ ആത്മാർത്ഥമായി പച്ചയായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കാരണങ്ങളെ കണ്ടറിഞ്ഞ് വിനയത്തോടെ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. പ്രാർത്ഥനാനുഭവത്തിലേക്ക് മടങ്ങി വരാം. കർത്താവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. വ്യക്തിപരമായി ബന്ധം അങ്ങയോട് വെച്ച് പുലർത്തുവാൻ ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് അതിനു വേണ്ടി നൽകണമേ. അവിടുന്ന് കാര്യസ്ഥനായി ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ മാറാത്ത സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെല്ലാവരെയും മറച്ചുകൊള്ളണമേ. ചെറുതും വലുതുമായി ഞങ്ങളുടെ സകല ആവശ്യങ്ങളുടെയും മധ്യത്തിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് സഹായിയായിരിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ ചെയ്യുന്ന വേലകളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലും അവിടുത്തെ കൃപ പകർന്ന് വഴി നടത്തണമേ. ആലോചന നൽകണമേ. ഞങ്ങൾ ഏകാന്തരായി വിടുന്ന ദൈവമല്ലല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും
വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പിന്നിട്ട ജീവിതത്തിൽ ലഭിച്ച ദൈവകൃപകളെ സ്മരിച്ച് പുതിയ ഉണർവോടും പ്രതീക്ഷയോടും കർത്താവെ അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.